ഇതൊരു ഫോണിൻ്റെ ബാറ്ററിയാണ്. ഇത് ഓവറായിട്ട് ചാർജ് ചെയ്തിട്ട് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് ബഡ്ജായിട്ട് വന്നതാണ്. ഇത് നമ്മുടെ ഫോണിൽ സംഭവിക്കാം. ഈ ബാറ്ററി ബഡ്ജിങ് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ഓവറായിട്ട് വലുതായിട്ട് വന്ന് പൊട്ടിത്തെറിച്ച് ഫോൺ തന്നെ കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓവറായിട്ട് ഫോൺ നമ്മൾ ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഇങ്ങനെ സംഭവിക്കാം. മൂന്നാമതായിട്ട് ഫോണിൻ്റെ ഹാർഡ്വെയർ പോർഷന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും ഇങ്ങനെ ഓവറായിട്ട് ബാറ്ററി ബഡ്ജാവും. ഒരു പ്രാവശ്യം 0 മുതൽ 100% വരെ ചാർജ് ചെയ്യുന്നതാണ് ഒരു ചാർജിങ് സൈക്കിൾ. അങ്ങനെ 1000, 2000, 3000 ഒക്കെ ആയിരിക്കും ഒരു ബാറ്ററിയുടെ ചാർജിങ് സൈക്കിള്. അപ്പം നമ്മൾ 0 to 100 എപ്പോഴും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ ചാർജിങ് സൈക്കിൾ പെട്ടെന്ന് തീർന്നിട്ട് ബാറ്ററി പെട്ടെന്ന് ബഡ്ജാകും, കംപ്ലൈൻ്റ് ആകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൻ്റെ ചാർജ് 20% എത്തുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യുക. അതേപോലെ തന്നെ ചാർജിങ് 80% ആകുമ്പോൾ തന്നെ ചാർജർ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ചാർജിങ് ഓഫ് ചെയ്യുക. ഉണ്ടോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫോണിൻ്റെ ചാർജ് 100% എത്തില്ല. അത് കാരണം ബാറ്ററിയുടെ ചാർജിങ് സൈക്കിൾ കംപ്ലീറ്റ് ആകാതെ വരികയും ബാറ്ററിയുടെ ഹെൽത്തും കപ്പാസിറ്റിയും കുറച്ച് കാലം കൂടെ നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 20% വരെ ചാർജ് കുറഞ്ഞു വരുമ്പോൾ ചാർജ് ചെയ്യുക. അതേപോലെ 80% എത്തുമ്പോൾ ചാർജ് ഓഫ് ചെയ്യുക. ഇതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ചാർജിങ് സൈക്കിൾ അല്ലെങ്കിൽ ചാർജിങ് സെറ്റപ്പ്. ഒരുപാട് ആൾക്കാർ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഒരിക്കലും ബഡ്ജാകില്ല, ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടും. അതേപോലെ കുറേ കാലം കൂടെ ബാറ്ററി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരുപാട് ആൾക്കാരുടെ ബാറ്ററി ഇതേപോലെ ബഡ്ജായിട്ട് പൊട്ടിത്തെറിച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചാർജ് കുത്തിയിട്ട് ഫോൺ ഉപയോഗിക്കരുത്. രാത്രി ചാർജ് കുത്തിയിട്ടിട്ട് ചാർജ് ചെയ്യരുത്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ചാർജ് ചെയ്യുക. 80% ചാർജ് ആകുമ്പോൾ ഓഫ് ചെയ്യുക. അതേപോലെ തന്നെ ചാർജ് കുത്തിയിട്ടുണ്ട് ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കളിക്കരുത്. പെട്ടെന്ന് ഫോൺ ഹീറ്റായിട്ട് ബാറ്ററി ബഡ്ജാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.